സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കരിക്കാംകുളം പ്രദേശത്തുകാർ. പ്രദേശത്ത് രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കരിക്കാംകുളം പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം അവസാനിപ്പിക്കുക, ജനങ്ങളെ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കുക, പൊതുസ്ഥലത്തെ പരസ്യമായ മദ്യപാനം നിരോധിക്കുക, പ്രദേശത്ത് രാത്രികാല പോലീസ് പട്രോളിംഗ് ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിക്കാംകുളത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ കൗൺസിലർ നിഖിൽ അധ്യക്ഷത വഹിച്ച പരിപാടി കെ.സി. ശോഭിത ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്ത് സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ഇതിന് എല്ലാ സംഘടനകളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്നും കെ.സി. ശോഭിത പറഞ്ഞു. ഈ ഒരു കൂട്ടായ്മ ഈ രീതിയിൽ ശക്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇവിടെയുള്ള ഇത്തരം ആളുകൾക്കൊന്നും യാതൊരു നിലനിൽപ്പും ഉണ്ടാവില്ല. അതിന് എനിക്കിവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ്, അല്ലേ? എന്നെ പോലെയുള്ള അമ്മമാരെയാണ്, ഉമ്മമാരെയാണ്. നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ മക്കളെ കുറിച്ചാണ്. അങ്ങനെയുള്ള നമ്മുടെ മക്കൾക്ക് നടന്നു പോവാൻ പറ്റാത്ത രീതിയിൽ, അല്ലെ നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് സഹോദരങ്ങൾക്ക് നടന്നു പോവാൻ പറ്റാത്ത രീതിയിലേക്ക് കരിക്കാംകുളത്തിനെ നമുക്ക് വിടാൻ പറ്റില്ല. അതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ്. അവിടെ നമ്മൾ ശക്തിയുക്തം നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ അത്തരം ആളുകളെ നേരിടാൻ നമുക്ക് പുറത്തു നിന്ന് ഒരു ശക്തിയുടെ ആവശ്യമില്ല. വാർഡ് കൗൺസിലർമാരായ വരുൺ ഭാസ്കർ, രാജേഷ് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് അജയ് പാൽ, ജമാൽ, ബിനീഷ് കുമാർ, സക്കീർ ഹുസൈൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ, വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് സെക്രട്ടറി ഷാനവാസ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ ഹനീഫ ഹാജി, മാമുക്കോയ TP, പ്രേംചന്ദ് വള്ളിൽ, അനിൽകുമാർ അമ്പാടി, അനിൽകുമാർ വെള്ളിലാട്ട്, വിശ്വൻ ചിറ്റടത്ത്, മനോജ് കുമാർ, നജീബ് മാളിയേക്കൽ തുടങ്ങിയവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തമിഴ് ബ്രാഹ്മണരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നവരാത്രി കാലത്തെ